എല്ലാവർക്കും എ വേ സ്റ്റോറീസിൻ്റെ പുതിയൊരു സ്റ്റോറിയിലേക്ക് സ്വാഗതം. ഇത് ആക്ച്വലി ഒരു പ്ലാന്റ് വീഡിയോ ഒന്നും അല്ല കേട്ടോ. പക്ഷേ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് വലിയൊരു ഐഡിയ തോന്നി, ഒരു വൈറ്റ് ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഒരു ഫോട്ടോ എടുത്താലോ. ആ ഫോട്ടോ ആണ് ഇപ്പം വീഡിയോയിൽ കലാശിച്ചത്. ആക്ച്വലി ഈ വീഡിയോയിൽ എന്താ പറയേണ്ടത് പോലെ എനിക്ക് വലിയ ഐഡിയ ഇല്ല. അപ്പം ഒരു 800 പേരൊക്കെ ഉള്ള ഒരു കുഞ്ഞു യൂട്യൂബ് ചാനലാണ് എൻ്റേത്. അപ്പം നമ്മളെ വീട്ടിലൊരു ഹാപ്പിനെസ് ഉണ്ടാകുമ്പം അത് നിങ്ങളടുത്തും പറയണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ്. നമ്മുടെ വീട്ടിലും ഒരു ഹാപ്പിനെസ് ഉണ്ടായിരിക്കണം. ആ ഹാപ്പിനെസ്സാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫുള്ള് വൈറ്റ് ഫ്ലവേഴ്സ്. ആക്ച്വലി നമ്മുടെ വീട്ടിൽ ആദ്യമായിട്ടാണ് ഈ ചെടി പൂക്കുന്നത്. അത് ഇത്രയും മനോഹരമായിട്ട് പൂത്തപ്പോൾ ഭയങ്കര സന്തോഷമായി. പല സ്ഥലത്തും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ചെടി ഇപ്പം ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. ഇതിപ്പോൾ ആക്ച്വലി ഇതിൻ്റെ സീസണാണ്. ഇതിപ്പം ഒരു മെയ് വരെ ഇതുപോലെ ഇങ്ങനെ പൂത്ത് നിൽക്കും. വെള്ളമുത്തുകൾ ഇങ്ങനെ കോർത്ത് വെച്ചതുപോലെ ഈ പൂക്കൾ ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. നന്നായി സൂര്യപ്രകാശം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഈ ചെടി നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 1.5 വർഷം ആകുമ്പോഴേക്കും തന്നെ നമുക്ക് ആദ്യത്തെ പൂക്കാലം കണ്ടു തുടങ്ങാൻ പറ്റും. വെളുത്ത പൂക്കളും മെറൂൺ തണ്ടോടും കൂടിയുള്ള ഈ ചെടി ലൈറ്റ് ബൾബ്, അതുപോലെ സ്ട്രിങ്സ് ഓഫ് ഗ്ലോറി എന്നീ പേരുകളിലൊക്കെ അറിയപ്പെടുന്നുണ്ട്. ഈ പൂക്കളുടെ പ്രത്യേകത തന്നെയാണ് ഈ 2 പേരുകളും വരാൻ കാരണം. നമ്മളെ കൊന്നച്ചെടിയിൽ നിന്ന് കുറച്ചും കൂടി വ്യത്യസ്തമായിട്ട് ഇതിനെ കുറച്ചും കൂടി ഫ്രണ്ട്ലി ആക്കുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് വേഗം പൂക്കും. കൊന്നയൊക്കെ പൂക്കണമെങ്കിൽ നല്ല വലിയ മരമായതിന് ശേഷം മാത്രമല്ലേ പൂക്കുള്ളൂ. പക്ഷേ ഇത് നമുക്ക് എത്ര പെട്ടെന്നൊരു കുഞ്ഞു പ്ലാന്റാണ് ആക്ച്വലി. പക്ഷെ ഇതിൽ എത്രത്തോളം നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സ് ഉണ്ടായിട്ടുണ്ടല്ലേ. അപ്പം മെയ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അടുത്ത ജനുവരി മുതൽ നമ്മളിങ്ങനെ കാത്തു നിൽക്കണം ഇങ്ങനെ ഒരു ബ്ലൂമ് കിട്ടണമെങ്കിൽ. എടുത്തു പറയത്തക്ക സ്മെല്ലോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഈ ചെടി ഇതുപോലെ ഇങ്ങനെ പൂക്കുന്നത് കൊണ്ടാണ് ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ഇത് ആകർഷകമായി തോന്നുന്നത്. വീട്ടിൽ ഇത്രയും മനോഹരമായൊരു പൂക്കാലം ഉണ്ടായപ്പോൾ അത് നിങ്ങളോടും ഷെയർ ചെയ്യണമെന്ന് തോന്നി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഇതുപോലുള്ള കൂടുതൽ ചെടി വിശേഷങ്ങൾക്കുമായി ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു.